നമസ്തേ ഗംഗാമയാണ്. പക്ഷെ ഇതൊക്കെ അവർക്കാണ് തിരിച്ചടിച്ചത്. എനിക്കൊന്നും സംഭവിച്ചില്ല. ചെയ്ത ആൾക്കാർക്ക് വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ചില കാര്യങ്ങളൊക്കെ പോവുണ്ടായി. അത് പലതും ഇങ്ങനെ എനിക്ക് ഓപ്പണായിട്ട് ഇങ്ങനെ തുറന്നു പറയാൻ പറ്റണില്ല. പറ്റില്ല. അപ്പൊ അന്നും ഞാൻ എന്ന വ്യക്തി കുറെ കാര്യങ്ങൾ ഭഗവതിയായിട്ട് കണക്റ്റഡ് ആണ്. ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഗംഗാമ 2013 ദേവിയുടെ ദർശനം കിട്ടിയപ്പോൾ കണക്ട് ആയതല്ല എന്നർത്ഥം. അതിന് മുമ്പേ പല കാര്യങ്ങളും കണക്റ്റഡ് ആണ്. കാരണം അതിനു മുമ്പേ എൻ്റെ മോളുടെ കുട്ടിക്കാലത്ത് ദേവി മുത്തരഞ്ഞാണിട്ടിട്ട് ഓടി വരുന്ന ശബ്ദം ഉണ്ടാവും. ഞാൻ പേടിച്ചകത്ത് ഓടി കയറലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം മോൾക്ക് അന്ന് ഒരു 1.5 വയസ്സേ ഉള്ളൂ. കാരണം അവളെ കാലില് നല്ല പാദസരം ഇങ്ങനെ മുത്ത് നിറയെ പിടിപ്പിച്ച പാദസരം. അപ്പൊ ആ പാദസരത്തിന്റെ ഓടി വരുന്ന കിലുക്കം കേട്ടപ്പോൾ എൻ്റെ വിചാരം എൻ്റെ മോൾ ഓടി വരികയാണ്. സന്ധ്യ സമയത്ത് 7 മണിയാണ്. തൊട്ടപ്പുറത്തെ വീട്ടില് ബന്ധു വീട്ടില് മോളിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കണ തിരക്കിലാണ്. കാരണം അന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് വേണം ഉണ്ടാക്കാൻ. അതിന് മുമ്പ് ഉണ്ടാക്കി വെക്കാനുള്ള വഴിയും പ്രാപ്തിയൊന്നും അന്നത്തെ കാലത്ത് ഇല്ല. ഒരു ചെറിയൊരു മണ്ണിങ്ങനെ പൊത്തി വെച്ചൊരു വീടാണ്. മേലൊക്കെ മേൽക്കൂര ഈ ഓല, അതായത് പനയുടെ ഓല കൊണ്ട് മറച്ച മേൽക്കൂരയുള്ള വീടാണ്. ഒറ്റ റൂമേ ഉള്ളൂ. പിന്നെ ഒരു കോലായിയാണ്. ആ കോലായുടെ ഒരു മൂലയിലാണ് കിച്ചൺ. അവിടെയാ കുട്ടിയൊക്കെ ഉണ്ടാവണാട്ടി മുമ്പേ നല്ല കാറ്റും മഴയും വന്നപ്പോൾ ഈ മേൽക്കൂര ഒക്കെ പറന്നുപോയി ഈ ഓലൊക്കെ. ഞാൻ പേടിച്ച് നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് ആകെ 16, 17 വയസ്സല്ലേ ഉള്ളൂ. ഇവരെല്ലാം പണിക്ക് പോയി. ഹസ്ബൻഡ് പണിക്ക് പോയി. ഞാനും ഹസ്ബൻഡും മാത്രമേ ആ വീട്ടിലുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഹസ്ബൻഡിൻ്റെ അമ്മ താമസിച്ചിരുന്ന വീടാണ് മുമ്പ്. അപ്പോൾ അവർ മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ആ വീട്ടിലാണ് ഈ കുട്ടി ഒരു ദിവസം വെള്ളത്തിന് ഞാൻ പോയി കുട്ടീനെ തൊട്ടിൽ കിടത്തിയിട്ട്. അപ്പോൾ അന്ന് അവൾക്ക് ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ. തൊട്ടിൽ കിടത്തിയ കുട്ടി എങ്ങനെയാണ് താഴത്ത് കിടക്കണമെന്ന് നോക്കി എനിക്കറിയില്ല. അവൾ താഴത്താണ് കിടന്നിരുന്നത്. എന്താ ഉണ്ടായി എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. കാരണം ഒരു അടുത്തൊന്നും അയൽപക്കങ്ങളൊന്നും ഇല്ല. ആൾ താമസമില്ല. ഉള്ള വീട് ബന്ധുവിൻ്റെ വീട്. അവരാണെങ്കിൽ ജോലിക്ക് ഈ കൂലിപ്പണിക്ക് പോകും. പിന്നെ വൈകുന്നേരം വരുള്ളൂ. ഞാൻ പോലും പേടിച്ച ചില കാര്യങ്ങളുണ്ട് അങ്ങനെ. പക്ഷെ ആപത്തുകളൊന്നും അവൾക്കാവട്ടെ എനിക്കാവട്ടെ ഞങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കാവട്ടെ ആർക്കും വന്നിട്ടില്ല. അപ്പൊ ഈ ഭഗവതിന് അങ്ങനെയാണ് കണക്ട്. ഭഗവതി അങ്ങനെ കണക്ട് വെച്ചാൽ അവിടെ ആദ്യം പോകുന്നത് അവിടെയാണ്, ഈ മാങ്ങോട്ടുകാവ് ദേവി ക്ഷേത്രത്തിൽ. പക്ഷെ എന്നാലും ദേവിയും ഞാനും തമ്മിൽ വലിയ അടുപ്പൊന്നുമില്ല. ഞാൻ പോയി സാധാരണഗതിയിൽ അങ്ങനെ കേട്ടു, ഞാൻ പോയി തൊഴുതു. 9 വയസ്സിലാണ് അവളെ വിവാഹം കഴിയണത്. വിവാഹം കഴിഞ്ഞിട്ട് അപ്പൊ എന്നോട് ഞാനൊരു വഴിപാട് നേർന്നു. കാരണം അവിടെ ഇത്തിരി ശത്രുക്കളുണ്ട്. ഈ ആഭിചാരമൊന്നും അന്ന് അറിയണ കാലേ അല്ല. കാരണം അത് കേട്ടിട്ട് പോലും അല്ല നമ്മൾ വളർന്നത്. അപ്പൊ ഇതൊന്നും ചെയ്യണവരുണ്ടോ ചെയ്യുന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഞാനാണെങ്കിൽ ഇത്തിരി സാമൂഹ്യ പ്രവർത്തനവും മറ്റുള്ള കാര്യങ്ങളായിട്ട് എല്ലാ കാര്യവും നന്നായി ചെയ്യണ ഒരാളാണ്. അപ്പൊ ഫസ്റ്റ് അവിടെ മാക്സി ഉണ്ടല്ലോ, നമ്മൾ ഇപ്പിടണ ഈ മാക്സി നൈറ്റി എന്നൊക്കെ പറയണേ, അതന്നൊന്നും അവിടെ ആരും ധരിക്കണവരില്ല. ഞാനാണ് ഫസ്റ്റ് മാക്സി ഇടുന്നത്. അപ്പൊ അതിന് ഒരുപാട് പേര് കളിയാക്കി, പുരുഷന്മാരും സ്ത്രീകളൊക്കെ. ഇത് ഈ കാക്കറിക്കണ്ടം എന്ന് പറയും. അതായത് കാക്കറി എന്ന് പറയുന്നത് ഈ പച്ചക്കറീനെയാണ്. കാക്കറിക്കണ്ടത്തിൽ കൊണ്ടു നിർത്തണ ബൊമ്മയെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കരയിപ്പിച്ച് ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. വെള്ളം പിടിക്കാൻ പൈപ്പിൻ്റെ ചോട്ടിൽ വെള്ളം പിടിക്കാൻ വരി നിൽക്കണം പോയിട്ട് അപ്പോഴൊക്കെ. അപ്പോൾ ഞാൻ അതായത് എന്തും ഇപ്പോൾ വീട് പണിതു, ഒരു ഇന്റർലോക്കിന്റെ കട്ട വെച്ചിട്ടാണ് വീട് പണിതത്. പിന്നെ കുഴൽക്കിണർ അടിച്ചു, ആ പരിസരത്ത് എവിടെയും വെള്ളമില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശത്രുക്കൾ കൂടി 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 വരാൻ തുടങ്ങി. കല്യാണം സുഖമായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് ഒരു വിളക്കും ഒരു പട്ടും താലിയും സമർപ്പിച്ചോളാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയി. മറന്നുപോയ സമയത്താണ് ഈ പുള്ളിക്കാരി വന്ന് എന്നോട് ചോദിക്കണത്, നീ വിവാഹം കഴിഞ്ഞ കുട്ടികളുടെ വിശേഷം എന്താന്ന്. അപ്പൊ തന്നെ പെട്ടെന്ന് ഒരു 2:30, 3 മണി നേരത്തെ ഒരു മയക്കേ ഉണ്ടായിട്ടുള്ളൂ. മയങ്ങിയിട്ടില്ല എന്നാ. പെട്ടെന്ന് ഞെട്ടി കുളിച്ച് എണീറ്റ് അങ്ങനെ പോയിട്ട് ഇത് കൊണ്ടുപോയി. അവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്ററിന് അടുക്കുണ്ട് അങ്ങോട്ട് ദൂരം. വേഗം സ്കൂട്ടർ എടുത്തിട്ട് പോയി. മക്കൾ ബസ്സിന് വന്നു. എന്നിട്ട് സാധനങ്ങളൊക്കെ കൊടുത്തു വന്നന്ന് രാത്രിയാണ് അവളുടെ അതായത് മോളുടെ അച്ചച്ചൻ മരിക്കണത്. ഞാനും ആ ദേവിയും തമ്മിൽ കണക്ഷൻ ആണെങ്കിലും വലിയ അടുപ്പമൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എനിക്ക് ചെവിയിൽ പറയും, വന്നിട്ട് അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണിച്ചു തരും. ഞാൻ ചെല്ലും, അതിന് പ്രതിവിധിയും പരിഹാരം ചെയ്യും, ഇങ്ങോട്ട് വരും. അപ്പൊ മോളെ കല്യാണ നിശ്ചയം സമയത്ത് ഇതേപോലെ കറണ്ട് പോയി. മോനക്ക് 2 വട്ടം ഷോക്ക് അടിച്ചു. കറണ്ട് പോവുക വരിക പോവുക വരിക 2 വട്ടം. മോനക്കും കൂടെ വർക്ക് ചെയ്യണ, അതായത് വയറൊക്കെ വലിച്ച് LED ബൾബൊക്കെ ഇടണ ഒരു വേറെ കുട്ടിക്കും ഷോക്ക് അടിച്ചു. അപ്പോൾ തലേദിവസം കുറച്ച് ആൾക്കാർ വരുമല്ലോ കല്യാണ നിശ്ചയത്തിന്. അപ്പോൾ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആളെ, എൻ്റെ അനിയത്തിയുടെ ഒരു പരിചയത്തിലുള്ള ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയാണ് അന്നത്തെ ചിക്കൻ ബിരിയാണിയാണ് കല്യാണ നിശ്ചയത്തിന് വെക്കണത്. അപ്പോൾ മോളുടെ
ഏഹ്, കല്യാണ നിശ്ചയവും കല്യാണമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തി. ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ തലേ ദിവസം കുറച്ച് ചോറ് കൂടി വെക്കാൻ വേണ്ടിയിട്ട് ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി കുറച്ച് പേർക്ക് നാടൻ ചോറ്, അപ്പോൾ എനിക്കൊക്കെ നാടൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നാടൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഈ ആര് മറ്റേ ഈ ജോ ഈ കുക്ക് ഉണ്ടല്ലോ, ഷെഫ്, അയാൾ വന്നിട്ട് ആ സമയത്ത് കറണ്ട് പോയി. കറണ്ട് പോയപ്പോൾ ഇയാൾ ലൈറ്റ് ഇങ്ങനെ നമ്മുടെ ലൈറ്റ് അടിക്കണമല്ലോ, വീഡിയോ കത്തിക്കാൻ ലൈറ്റ് അടിക്കണം, ആ ലൈറ്റ് കൊണ്ടുവന്നിട്ട് ലൈറ്റ് അടിച്ചതും ഈ കറണ്ട് വന്നു ഒപ്പാ. അപ്പോൾ ഇയാൾ ലൈറ്റ് കീശയിലിട്ടു. കീശയിലിട്ടിട്ട് കുമ്പിട്ടിട്ട് അരി വെന്തോ നോക്കാൻ വേണ്ടി കുമ്പിട്ടതും ഈ കീശയിൽ ലൈറ്റ് ആ ചോറിലേക്ക് വീണിട്ട് അങ്ങനെ അത് പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് നിൽക്കണുണ്ട്. പൊട്ടിത്തെറിച്ചതും ഇയാളെ മുഖത്തേക്ക് പൂക്കുറ്റി പോലെ അങ്ങോട്ട് തെറിച്ചു. അയാളെ മുഖം മൊത്തം പൊള്ളി. അയാൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഓടി ഈ പറഞ്ഞ സ്ത്രീയുടെ വീട്ടിലാണ് പോയി കയറിയത്. അതൊന്ന്. അപ്പം അതിന് മുമ്പേ കല്യാണ നിശ്ചയത്തിന് ഒരാഴ്ച മുമ്പേ ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുക. അപ്പോൾ വീട്ടിലിരിക്കണ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട്, അത് ആരാണെന്ന് ഞാൻ പറയണില്ല, അങ്ങനെ പറയണത്, ഒരു സ്ത്രീ വന്നിട്ട് എന്നോട് കുരുമുളക് വേണം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഭരണി കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസമാണ്, എവിടെ, കൊടുങ്ങല്ലൂർ. അവിടുന്ന് ഭരണിക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവർ രണ്ടാളും ഒത്തിട്ടാ, രണ്ട് ലേഡിയും ഒത്തിട്ടാ. അപ്പം ആ ഭരണി നാളിൽ ഈ 7ാമത്തെ ദിവസം ഇവിടെ ഞാൻ കുരുമുളക് കൊടുക്കണ നേരത്ത് ഇവരെ കുരുമുളക് എറിയാം എനിക്ക് വസൂരി വരുത്താൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു രണ്ടാളും തമ്മിലുള്ള ഒരു ടൈ അപ്പിലാണ്. ഒരാൾ ഇങ്ങോട്ട് കൊടുങ്ങല്ലൂർക്ക് വന്നു, ഒരാളെ എൻ്റെ വീട്ടിലേക്കും വന്നു. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ കുരുമുളക്. അപ്പം എന്നോട് പറഞ്ഞു രസം വെക്കാനാണ്. അപ്പോൾ അവർ വീട്ടിൽ കുരുമുളക് ഉണ്ട്, ഞാനത് അപ്പം ചിന്തിച്ചില്ല. അവിടെ താഴെ കുറേ വീടുകളുണ്ട്, അതെല്ലാം ചോദിക്കാണ്ടാണ് എൻ്റെ അടുത്ത് വന്നേക്കണത്. അപ്പം ഞാൻ ചോദിച്ചു, ശരി എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇവിടെ പൊടി ഇരിക്കുന്നുണ്ട്, കുരുമുളകായിട്ടില്ല, പൊടി വേണോ എന്ന് ചോദിച്ചു. പൊടി കൊടുത്തു. പക്ഷെ അന്ന് രാത്രി എനിക്ക് മനസ്സിലായി, ഇതെനിക്ക് വസൂരി വരുത്താൻ, എനിക്കോ അല്ലെങ്കിൽ മകൾക്കോ വസൂരി വരുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം കല്യാണ നിശ്ചയം മുടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അന്ന് അന്ന് എനിക്ക് പ്രഡിക്ഷനോ ദൈവയുടെ ചൈതന്യം ഉണ്ടെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് വരില്ല, മോൾക്കും വരില്ല, പക്ഷെ വരണ ആർക്കോ ഒരാൾക്ക് വസൂരി വരും. അത് വലുതല്ല, ചെറുതേ വരുള്ളൂ എന്ന് ഞാൻ അന്ന് പ്രവചിച്ചു. എപ്പോ, 2012. അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ പണിതീർന്നൊരു പയ്യൻ്റെ കുട്ടി അവർ കണ്ണൂരിൽ നിന്ന് ട്രെയിനിൽ കയറിയതും ആ കുട്ടിക്ക് മേലെല്ലാം 5-ാം പനി പോലെ തുടങ്ങി. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാനൊരു രൂപ എടുത്ത് ഒഴിഞ്ഞു വെച്ചതും കൂടി ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ മാറി. അപ്പോൾ ഈ മാരണം എന്നുള്ളത് ഒരാളെ നശിപ്പിക്കാനുള്ള ഒരു പ്രക്രിയയാണ് മാരണം, ആഭിചാരമൊക്കെ. അതില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത് അനുഭവിച്ചിട്ടില്ലാത്ത കാരണം കൊണ്ടാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ പറയാം. നന്ദി, നമസ്തേ. ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.